ഓം ശാന്തി. ബുദ്ധിരൂപി മൂന്നാം നേത്രത്തിലൂടെ ഞാൻ സ്വസ്വരൂപത്തെ കാണുന്നു. ഞാൻ ഒരു ജ്യോതി സ്വരൂപ ആത്മാവാണ്. സ്വദേശം സ്വീറ്റ് ഹോം നിവാസിയാണ്. ഈ പരദേശത്തിൽ, പരരാജ്യത്തിൽ സ്വരാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഞാൻ ആത്മാ ഈ പരദേശത്തിൽ ആത്മിക രാജ്യം സ്ഥാപന ചെയ്യാൻ ഗുപ്തരൂപത്തിൽ പ്രകൃതിയുടെ ആധാരമെടുത്ത് പാർട്ടഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് മായയുടെ രാജ്യമാണ്. ഈ സൃഷ്ടി എൻ്റെ പരദേശമാണ്. മായയുടെ മേലെ ജയിച്ച് ഈ സൃഷ്ടിയിൽ എനിക്ക് സതോപ്രധാന രാജ്യം കൊണ്ടുവരണം. ഞാൻ ആത്മാ മായ ജീത്താവുമ്പോൾ ഈ സൃഷ്ടി സുഖദായിയായി മാറുന്നു. സതോപ്രധാന രാജ്യം വരും. മനസ്സിൽ സദാ ഈ സ്പഷ്ട സ്മൃതി ഉണ്ടാകുന്നു. എനിക്ക് സെക്കൻഡിൽ ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ ദേവതാ ഡ്രസ് ധാരണ ചെയ്യണം. ദേവലോകത്തിൽ വരണം. എൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ഞാൻ എൻ്റെ ദേവതാ ജീവൻ, ദേവതകളുടെ ലോകം, സതോപ്രധാന പ്രകൃതിയും കാണുകയാണ്. എന്നിൽ രാജ്യാധികാരി സംസ്കാരം ഇമർജാകുന്നു. സുവർണലോകം സാകാരി രൂപത്തിൽ ഇമർജാകുന്നു. സങ്കൽപ്പത്തിലൂടെ ദേവതായി സൃഷ്ടി പ്രത്യക്ഷമാകുന്നു. ഞാൻ മായാജീത്, പ്രകൃതി ജീത്, ജഗത് ജീത് ആകുന്നു. ബാബ മുക്തി, ജീവൻ മുക്തിയുടെ വഴി കാണിച്ചു തരുന്നു. ഞാൻ സന്തോഷത്തോടെ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ രജിസ്റ്റർ ശരിയാക്കി വയ്ക്കുന്നു. മനസ്സാ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകുന്നില്ല. സ്വഭാവം ഫസ്റ്റ് ക്ലാസ്സും മധുരമുള്ളതുമായിരിക്കണം. ദുഃഖം നൽകുകയാണെങ്കിൽ രജിസ്റ്റർ മോശമാക്കും. പശ്ചാത്തപിക്കേണ്ടതായി വരും. ശാന്തിധാമത്തിലേക്കുള്ള സഹജമായ വഴി ബാബ പറഞ്ഞു തരുന്നു.
ഞാൻ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. പൈശാചികമായ യാതൊരു കർമ്മവും ചെയ്യില്ല. ഇതിലൂടെ വികർമ്മങ്ങളുടെ കണക്കുകൾ ഉണ്ടാകുന്നു. ബാബ എന്നെ സുഖിയാക്കി മാറ്റുന്നതിന് വന്നിരിക്കുകയാണ്. പിന്നീട് ഞാൻ സ്വർഗത്തിലേക്ക് പോയി എൻ്റെ രാജ്യം ഭരിക്കും. ജ്ഞാനത്തിൻ്റെ പോയിന്റുകൾ മനനം ചെയ്ത് അപാര സന്തോഷത്തിലിരിക്കുന്നു. ബാബ എന്നെ രാജയോഗം പഠിപ്പിക്കുന്നു. ഇതിൽ ബുദ്ധിയോഗം പരംപിത പരമാത്മാവിനോടാണ്. സന്തോഷത്തിൻ്റെ അതിര് വർദ്ധിപ്പിക്കുന്നു. ഞാൻ മധുരമായി തീരുന്നു. സ്വഭാവം ഫസ്റ്റ് ക്ലാസ് ആകുന്നു. ആർക്കും ദുഃഖം നൽകില്ല. ഓർമ്മയിലിരിക്കുന്നവരാണ് മഹാരഥികൾ. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഓർമ്മയിലിരുന്ന് വികർമ്മങ്ങൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പാവനമായി തീരുന്നു. 21 ജന്മത്തേക്ക് രാജ്യപദവി നേടാൻ പ്രയത്നിക്കുന്നു. ഭാഗ്യശാലിയായ കുട്ടികൾ ശരീരം മറന്ന് സ്വയത്തെ അശരീരി ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്ന പുരുഷാർത്ഥത്തിലേർപ്പെടുന്നു. ഞാൻ നിരന്തരം ബാബയുടെ ഓർമ്മയിലിരുന്ന് കർമാതീതമാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ അശരീരിയായാണ് വന്നത്. പിന്നീട് സുഖത്തിൻ്റെ കർമ്മബന്ധനത്തിലേക്ക് വന്നു. പിന്നീട് രാവണന്റെ വികാരി ബന്ധനത്തിലകപ്പെട്ടുപോയി. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയായി തിരികെ പോകണം. അതിനായി സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഒരു ബാബയെ മാത്രം ഓർമ്മിക്കുന്നു. ഞാൻ കലിയുഗി സംബന്ധത്തെ പൂർണ്ണമായും മറക്കുന്നു. 84 ജന്മങ്ങളുടെ രഹസ്യം ബുദ്ധിയിൽ വെച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. സത്യമായ പ്രിയതമൻ വന്നിരിക്കുകയാണ് എന്നെ കൂടെ കൊണ്ടുപോകാൻ. ഞാൻ ബാബയുടേതാണെന്ന് ബുദ്ധിയിൽ സദാ ഓർമ്മയിലിരിക്കുന്നു. ഈ പഴയ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരബോധം പൂർണ്ണമായും മറന്ന് അശരീരിയാകുന്നതിനുള്ള അഭ്യാസം ചെയ്യുന്നു. ആരുടെയും നാമരൂപം ഓർമ്മ വരരുത്. പെരുമാറ്റത്തിൻ്റെ ചാർട്ട് വെക്കണം. ഒരിക്കലും ആസുരീയ സ്വഭാവം പാടില്ല. സത്യമായ ഹൃദയത്തോടെ നഷ്ടമോഹയായി മാറി ഭാരതത്തെ സ്വർഗമാക്കാനുള്ള
സേവനത്തിൽ മുഴുകണം. ബാബയുടെ വരദാനമാണ് വിശ്വജിത്ത് ജഗജ്ജിത്തായി ഭവിക്കൂ. ഞാൻ മായയുടെ റോയൽ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നു. അനേക ബന്ധനങ്ങളിൽ നിന്നും മുക്തമായി ഒരു ബാബയുടെ സംബന്ധത്തിലേക്ക് വന്നു ചേരുന്നു. ഒരു സെക്കൻഡിൽ അശരീരി ഭവ എന്ന ഡയറക്ഷനെ സ്വാഭാവികമായി പ്രാവർത്തികമാക്കുന്നു. ആരാണോ മറ്റുള്ളവരുടെ നെഗറ്റീവിനെ പോലും പോസിറ്റീവായി പരിവർത്തനപ്പെടുത്തുന്നത്, അവരാണ് വിശ്വപരിവർത്തകർ. ഓം ശാന്തി.